കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന് പറഞ്ഞ BCom BBAക്കാരുടെ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു കംപ്ലീറ്റ് റിവിഷനാണ്. അപ്പോൾ ഈ ഒരു റിവിഷൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ചാപ്റ്റർ 1ൻ്റെ റിവിഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചാപ്റ്റർ 1ൻ്റെ പാർട്ടായിട്ട് ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോസിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചാപ്റ്റർ 1ൻ്റെ റിവിഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, MCQ ഇതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യം എന്താണ് പ്രൊഫഷണലിസം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ സിമ്പിൾ വേർഡ്സ് professionalism is the way an individual conduct himself at work to represent both himself and his company in a positive way. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോസിറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിലാണ് അവിടെ ബിഹേവ് ചെയ്യുക, അല്ലെ? നമ്മുടെ ഡ്രസ്സിങ് ആയാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ആയാലും നമ്മൾ ചെയ്യുന്ന വർക്ക് ആണെങ്കിലും വളരെ ഓണസ്റ്റി ആയിട്ട് അതേപോലെ തന്നെ ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കമ്പനിയും അവിടെ നല്ലതാക്കി നമ്മൾ കാണിക്കണം. അതേപോലെ തന്നെ നമ്മൾ പൊട്ടയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ആണ് അതിൻ്റെ പേര് ദോഷം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പനിയെയും നല്ലതാക്കി നമ്മൾ കാണിക്കണം, നമ്മളെയും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. ലൈക്ക് നമ്മുടെ ഡ്രസ്സിങ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും അയൺ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഡിസിപ്ലിൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വാട്ട് ഈസ് പ്രൊഫഷണലിസം എന്നൊക്കെ ഒരു 2 മാർക്ക് ചോദ്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ അതിൽ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം ആണ്. ഒരു പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് വേണം, കോമ്പിറ്റൻസി വേണം, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഒരു കോൺഫിഡൻസ് വേണം, റെസ്പോൺസിബിലിറ്റി, ഓണസ്റ്റി, ഇനീഷ്യേറ്റീവ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, സെൽഫ് റെഗുലേഷൻ, ഇമേജ്, ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് എസ്സേക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്താണ് പ്രൊഫഷണലിസം എന്ന് എഴുതണം. അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഈ പോയിന്റ് എഴുതിയിട്ട് നേരെ ഒരു 2 ലൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇത് മാത്രം എഴുതാതെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും നേരെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്, ഷോർട്ട് എസ്സേ ഓർ 2 തവണ എസ്സേ ആയിട്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ്സേ ക്വസ്റ്റ്യൻ ആണ് ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ തന്നെ എസ്സേ ഒക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഷോർട്ട് എസ്സേ ആണെങ്കിലും പ്രൊഫഷണലിസം എന്താണെന്ന് നമ്മൾ എഴുതണം. അതിനുശേഷം വേണം ട്രേറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഞാൻ കൊടുത്തിട്ടുള്ള പോയിന്റ് മാത്രമാക്കി എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോയിന്റ് ഓരോന്നും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, എസ്സേ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. കാരണം എസ്സേ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ 2.5 പുറം എഴുതണമല്ലോ. ദെൻ ഷോർട്ട് എസ്സേ ആണെങ്കിൽ ജസ്റ്റ് 2.5 പുറന്നുള്ളത് ഇപ്പം നമുക്ക് ബുക്ക്ലെറ്റൊക്കെ വന്നുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ആക്കി ചുരുക്കി എഴുതാം കേട്ടോ, കുഴപ്പമില്ല. ആൻസർ അതിൽ ഉണ്ടായാൽ മതി. 2 പുറം എന്ന് പറയുമ്പോൾ ഒരു പേജിന് അപ്പുറവും ഇപ്പുറവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ പോയിന്റ്സ് ഒന്ന് താഴേക്ക് എഴുതുക. എക്സലൻസ്, ഒരാളെ കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നാണ് പറയുന്നത്. എക്സലൻസ് ഉണ്ടായിരിക്കണം, ഒരു ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ടായിരിക്കണം, ടൈം മാനേജ്മെൻറ്റ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക്, എത്തിക്കൽ ബിഹേവിയർ, കണ്ടിന്യൂസ് ലേണിംഗ്, സീക്ക് അഡ്വൈസ്, ടീച്ചേഴ്സ് ന്യൂ ജനറേഷൻ, അതായത് പുതിയ ജനറേഷനെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടിയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ്, ഇത് സിമ്പിൾ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് മാത്രം ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ നേരെ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എഴുതിയാലും വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് പ്രൊഫഷണൽ. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 1-2 തവണ എസ്സേക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വട്ടം ചോദിക്കുമെന്ന് നിർബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ഇനി അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും പറയില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇനി അടുത്തതാണ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്. അപ്പോൾ ഇതും ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ്, എക്സ്പ്ലെയിൻ ദ പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട്. അപ്പോൾ ഒരു ബിസിനസ് ആയാലും നമ്മൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷസ് പ്രോപ്പർ ബൗണ്ടറീസ്, എൻകറേജ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഫഷണലിസം നമ്മുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ പ്രോപ്പർ ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്, നമുക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടാവുന്നത് അല്ലേ. നമ്മുടെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്നു, ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നു. ഇതൊക്കെ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ പാലിക്കുന്ന കാര്യങ്ങളാണ്. പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെയും ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി. അപ്പോൾ ഒരു ബിസിനസ്സിൽ പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് കൂടിയാണ് അവിടെ നടക്കുന്നത്. ദെൻ പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ എസ്റ്റാബ്ലിഷസ് റെസ്പെക്റ്റ്, മിനിമൈസ് ദ കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങളൊന്നും ഇല്ല, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ഇൻക്രീസ് ആവുന്നത്. ദെൻ ഇതൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓരോരുത്തർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിക്കൊണ്ട്, ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് വൃത്തിയായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണലിസം നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ സാധിക്കും. ദെൻ അവിടെ പേഴ്സണൽ ഗ്രോത്ത് കൂടിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും നമ്മൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു ഗുഡ് ഇമേജ് ഒക്കെയാണ് അവിടെ ബിൽഡ് ആകുന്നത്. അപ്പോൾ അതാണ് അതിൽ നെക്സ്റ്റ് നമ്മൾ നോക്കി വെക്കേണ്ട കാര്യം. ഇനി അടുത്തതാണ് പ്രൊഫഷണൽ സ്കിൽസ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്ക് എന്തൊക്കെ സ്കില്ല് വേണം. ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്കില്ല് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നല്ല ക്ലാരിറ്റി ആയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ് വേണം അല്ലേ. അല്ലാതെ മിണ്ടാതിരുന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയാതിരുന്നാൽ അത് പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് എല്ലാവരോടും ക്ലിയർ ആൻഡ് കൺസൈസ് മാനറിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ അതേപോലെ തന്നെ രണ്ടാമത്തേതാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. ഇപ്പോൾ എവിടെയാണെങ്കിലും സ്ഥാപനത്തിലായിക്കോട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ ഡിസിഷൻസ് പല രീതിയിൽ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പക്ഷെ അങ്ങനെ കഴിയുന്ന ഒരു പ്രോബ്ലം വരുമ്പോൾ അത് മനസ്സിലാക്കി പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാളെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ആൾക്ക് വേണം. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഒരു ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കില്ല. അപ്പോൾ ഒരു ചാലഞ്ച് ഓർ ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ, ഒരു തടസ്സം, ഒബ്സ്റ്റക്കിൾ മീൻസ് ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള സ്കില്ല് ആൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ലീഡർഷിപ്പ് സ്കില്ലാണ്. ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റിയാണ് കേട്ടോ അത്. അതായത് ലീഡർഷിപ്പ് സ്കിൽ അത് വൺ ഓഫ് ദ ടോപ്പ് ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ്. പ്രൊഫഷണൽ സ്കില്ലിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. അത് വേണം. ദെൻ ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഇടപഴകാനും സംസാരിക്കാനും ഉള്ള ഒരു സ്കില്ലാണ് ഇന്റർപേഴ്സണൽ. മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കാനുള്ള സ്കില്ല് അത് വേണം. ദെൻ ഓർഗനൈസേഷണൽ സ്കില്ല്. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടി വരും, കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും, ഓർഗനൈസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ട സ്കിൽസ് ഒക്കെ ആൾക്ക് ഉണ്ടായിരിക്കണം. ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്. കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ല്. ഇപ്പം നമുക്ക് ഒരു അറ്റ് എ ടൈം നമുക്ക് 3-4 വർക്കൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ സ്ട്രെസ് ഒന്ന് എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് എങ്ങനെ എന്താ പറയുക സ്ട്രെസ് റിലീഫായിട്ട് വർക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്കില്ല് വേണം. ടീം വർക്ക്. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാവില്ല പണിയെടുക്കേണ്ടി വരും. ഗ്രൂപ്പായിട്ടുള്ള ടാസ്കും പ്രൊജക്റ്റൊക്കെ വരും. അപ്പോൾ ആ ഒരു ടീം വർക്കിനുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം. ദെൻ അതേപോലെ തന്നെ വർക്ക് എത്തിക്ക്. എന്തൊക്കെ വന്നാലും എത്തിക്സ് കൈവിടാതെ വർക്ക് ചെയ്യേണ്ട ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. ദെൻ ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭാവിയിൽ എന്ത് വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലേ, ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ആൾ. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ മേക്ക് ചേഞ്ചസ് അല്ലേ, ചേഞ്ചസ് കൊണ്ടുവരിക. അപ്പം അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ആളായിരിക്കും. അപ്പം ഇത്രയും സ്കിൽസാണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ പേഴ്സണ് ഉണ്ടായിരിക്കേണ്ട സ്കില്ല്. ഓക്കെ, പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. അപ്പം ഇത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഏരിയ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഫ്റ്റ് സ്കിൽ ആൻഡ് ഹാർഡ് സ്കില്ല്. അപ്പം ഇത് ഞാനിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് വാട്ട് യു മീൻ ബൈ സോഫ്റ്റ് സ്കില്ലെന്ന് മാത്രമായിട്ട് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ 1 by 1 ആയിട്ട് ചോദിക്കാം, വാട്ട് ഈസ് ഹാർഡ് സ്കിൽ, വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽ, അങ്ങനെ 2 മാർക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ, അങ്ങനെയും ചോദിക്കാം. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are job related competencies and abilities that are necessary to complete work. Hard skills are often applicable to a certain career. Soft skill അത് നമുക്ക് നെക്സ്റ്റ് പോയിന്റിൽ പറയാം. അപ്പം ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സ്കില്ലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം എക്സലൊക്കെ പഠിക്കുമല്ലോ, എക്സൽ ഇല്ലേ, മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പഠിക്കും. അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഒക്കെ ടാലി ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ എഴുതാം, എക്സാമ്പിളായിട്ട് എഴുതാം. അപ്പോൾ ടാലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സലിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്, ഇതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് നേടിയെടുക്കുന്ന സ്കിൽസാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട്, അല്ലെ, ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടി നമ്മൾ ഗെയിൻ ചെയ്യുന്ന സ്കിൽസാണ് ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. പക്ഷെ ജന്മനാ നമ്മുടെ കൂടെയുള്ള സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. നാച്ചുറലി നമ്മൾ പഠിക്കാതെ തന്നെ നമ്മൾക്ക് ഒരാളും പറഞ്ഞു തരാതെ നമ്മുടെ കൂടെയുള്ള സ്കില്ലാണ് സോഫ്റ്റ് സ്കില്ല്. ഇപ്പം ടീം വർക്ക്, ടൈം മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെ ഒരാൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമല്ല, കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സ്കില്ലാണ് സോഫ്റ്റ് സ്കില്ല്. മനസ്സിലായോ? നമ്മൾ പഠിച്ചെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലാണ് ഹാർഡ് സ്കിൽ. അത്തരം സ്കില്ലുകളാണ്. സോഫ്റ്റ് സ്കില്ല് ലീഡർഷിപ്പ് ക്വാളിറ്റി, മോട്ടിവേഷൻ, ടൈം മാനേജ്മെൻറ്റ്, നമ്മുടെ ഉള്ളിലുള്ള നാച്ചുറലി വരുന്ന സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അത് വ്യത്യാസം മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അടുത്തൊരു ചോദ്യമാണ്, എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ഷോർട്ട് എസ്സേക്ക്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓറൽ പ്ലസ് റിട്ടൺ ആണ്. അതായത് വാക്കാലെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഒരു മിക്സിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓറൽ പ്ലസ് റിട്ടൺ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അല്ലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതിലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക, നല്ല വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി ബിസിനസ് വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനത്തിലായാലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം അനദർ ഫോം ഓഫ് വെർബൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഒത്തിരി പേരുടെ മുൻപിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമല്ലോ, എന്തെങ്കിലും പ്രസംഗങ്ങൾ നടത്തുക, എന്തെങ്കിലും പ്രസൻറ്റേഷൻസ് നമ്മൾ നടത്തുക, അതൊക്കെയാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടി സ്കില്ല് വേണം. നമ്മുടെ കമ്പനിയിലുള്ള ഒരു കൊളീഗുമായിട്ട് സംസാരിക്കുന്ന പോലെയല്ല പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ നടത്തുമ്പോൾ. അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് വേണം, അല്ലെങ്കിൽ അതിന് വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. അത് നമുക്ക് വഴിയെ പറയാം കേട്ടോ. അടുത്തതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്ത് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ ഇമെയിലിംഗ്, ബ്ലോഗിംഗ്, ടെക്സ്റ്റിംഗ് ഒക്കെയാണ് അതിൽ വരുന്നത്. ദെൻ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസൻറ്റേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ക്രീനിലൊക്കെ ഇങ്ങനെ ഓരോ ഇമേജ് വീഡിയോസൊക്കെ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ, ഇപ്പോൾ ക്ലാസ് റൂമിലായാലും അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ പ്രസൻറ്റേഷൻ നടത്തുമല്ലോ, അതാണ് പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് എഫക്റ്റീവ് പ്രസൻറ്റേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഫോർ പ്രൊഫഷണൽ പ്രസൻറ്റേഴ്സ്, നോട്ട് ഓൺലി ടു ഹാവ് നോളജ് ഓഫ് ദി ടോപ്പിക് ബീങ് പ്രസൻറ്റഡ് ബട്ട് മസ്റ്റ് ഓൾസോ ഹാവ് എ സ്ട്രോങ് കമാൻഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ എബിലിറ്റി ടു ബ്രീഫ്ലി ഓർഗനൈസ്. ഇപ്പോൾ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിനെ കുറിച്ചായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്കത് ഒരുപാട് നേരമൊന്നുമില്ല, അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ആയിട്ട് ഇരിക്കുന്നവർക്ക്, ഓഡിയൻസ് എന്ന് പറയുമ്പം ആ കമ്പനിയിൽ തന്നെയുള്ള എംപ്ലോയീസ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു മാനേജറാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് പുതിയൊരു ടോപ്പിക്ക് എൻ്റെ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്കും നേരമില്ലാത്ത ആളാണ്, അവിടെ ഇരിക്കുന്ന എംപ്ലോയീസിനും പല പണികൾ ചെയ്യേണ്ടവരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ആ ടോപ്പിക്ക് ക്ലീൻ ആയിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം.
അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ളൊരു കഴിവ് പോരാ, ആ ഒരു ടോപ്പിക്കിനെ എങ്ങനെ നമ്മൾ കുഞ്ഞിതായിട്ട് പ്രിപ്പയർ ചെയ്ത് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ അവർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു സ്കില്ല് കൂടി വേണം. ഓക്കെ, അതാണ് പറയുന്നത് സ്ട്രോങ് കമാൻഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് എബിലിറ്റി ടു ബ്രീഫ്ലി ഓർഗനൈസ്. നമ്മൾ കുഞ്ഞിതായിട്ട് അതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളൊരു സ്കില്ല് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ദർ ആർ 3 പ്രൈമറി സ്കിൽസ് ഗിവിംഗ് പ്രസൻറ്റേഷൻ: വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് കണ്ടന്റ് ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും സ്കില്ല് നമ്മൾ പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ട സ്കിൽസ് ആണ് കേട്ടോ. അപ്പോൾ പ്രസൻറ്റേഷൻ ചോദിക്കുമ്പോൾ അതും കൂടി എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇനി ഇതിൽ നിങ്ങൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷൻ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്താൻ പോവാണ് നാളെ നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കമ്പനിയിൽ, ഓർഗനൈസേഷനിൽ നടത്തുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ അതിന് പ്രിപ്പറേഷൻസ് നടത്തണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്താണ് നമ്മുടെ ടോപ്പിക്ക്, എത്ര നേരം നമ്മൾ പ്രസൻറ്റേഷൻ നടത്തണം, അങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബോഡിയാണ്, അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആണ് നമ്മുടെ പ്രസൻറ്റേഷൻ ടൈം എന്നുണ്ടെങ്കിൽ ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യണം അതാണ് ബോഡിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. ദെൻ വിഷ്വൽ എയ്ഡ്സ്, നമ്മളിപ്പോൾ പ്രൊജക്ടറിലൊക്കെ എന്തൊക്കെയാണ് കാണിക്കേണ്ടത്, വീഡിയോസ്, ഇമേജസ്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പറഞ്ഞു നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രസൻറ്റേഷൻ ടെക്നിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഫോർമേഷൻ, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക, മെയിൻ ഐഡിയാസ് നമ്മൾ എഴുതി വെക്കുക, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമ്മൾ ഡെവലപ്പ് ചെയ്യണം, സ്പീച്ച് നമ്മൾ പറയേണ്ട കാര്യം അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഡെലിവറി സ്റ്റൈല്, അതായത് ചിലപ്പോൾ നമ്മൾ ഗെയിംസ് ഒക്കെ അതിൻ്റെ ഇടയിൽ കൊടുക്കും അല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ക്യൂസ് സെക്ഷൻ കൊടുക്കും, എക്സസൈസുകൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ യൂസ് ഓഫ് ദ പോഡിയം മീൻസ് ഈ ഒരു സ്റ്റാൻഡിനെയാണ് പോഡിയം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോഡിയം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റേഷൻ നടത്താന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, നമുക്കൊരു കംഫർട്ട്നെസ് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എപ്പോഴും. പിന്നെ ഡെലിവറി ലെങ്ത് നമ്മൾ ശ്രദ്ധിക്കണം, എത്ര സമയമാണ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ വോയിസ്, അതായത് നമ്മളൊന്ന് കൂട്ടിയും കുറച്ചും സ്പീഡും വോളിയവും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം, പിച്ചും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്രസൻറ്റേഷൻ നടത്താനായിട്ട്. പിന്നെ കാമായിട്ട് നമ്മൾ സംസാരിക്കുക, ഓടി ചാടി പറയാതെ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ വെക്കാം നമുക്ക്. സോ ഇത്രയാണ് നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ഉള്ള ടെക്നിക്സ്. നല്ലൊരു പ്രസൻറ്റേഷൻ ആയി അത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ നമ്മൾ 5 പാർട്ടായിട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ഒരൊറ്റ പാർട്ടിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ ലെങ്ത് ഉണ്ടാവും ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഇതിനും ഷോർട്ടാക്കി പറയാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഇത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റായി. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്ചേഴ്സ് ആണ്. നമ്മൾ പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ നിന്നും കൈയുടെ ആക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതിന് പോസ്ചേഴ്സ് എന്ന് പറഞ്ഞ സ്ഥിതികളാണ്, അതായത് എങ്ങനെയൊക്കെ നമ്മൾ കൈ മൂവ് ചെയ്യാം, കാല് മൂവ് ചെയ്യാം, കണ്ണ് മൂവ് ചെയ്യാം, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് പറയാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം കൈ നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ താഴെ ഇടുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ വെക്കില്ലേ, നെഞ്ചിൻ്റെ കുറച്ച് താഴെയായിട്ട് കൈ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. ദെൻ മൂന്നാമത്തേത് പറയുന്നത് ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ. ഒരു ബാസ്കറ്റ് ബോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കൈ എങ്ങനെയായിരിക്കും, ഇതേപോലെ. ആ പിക്ചർ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു നമ്മൾ ഷേപ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കോൺഫിഡൻസ് ആൻഡ് കൺട്രോളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രസൻറ്റേഷൻ നടത്താം. പിന്നെ പാംസ് അപ്പ് അത് കാണിക്കുന്നത് ഓപ്പൺനെസ് ആൻഡ് ഓണസ്റ്റിനെയാണ് പാംസ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു പോസ്ചർ സൂചിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുകയാണെങ്കിൽ അത് ഓപ്പൺനെസ് ആൻഡ് ഓണസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പാംസ് ഡൗൺ എന്ന് പറയുന്നത് ഇങ്ങനെ ബറാക്ക് ഒബാമ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പോസ്ചർ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ കൈ താഴേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഈ ഒരു പോസ്ചർ കേട്ടോ. ഇത് ടു കാം എ ക്രൗഡ്, അപ്പോൾ ഒരു വലിയൊരു ക്രൗഡിനെ കാം ചെയ്യാൻ വേണ്ടിയിട്ട്, ശാന്തരാക്കാൻ വേണ്ടി ബറാക്ക് ഒബാമ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പോസ്ചറാണ് പാംസ് ഡൗൺ. ഇതൊക്കെ 2 മാർക്കിനായിരിക്കും ചോദിക്കാം. വാട്ട് ഈസ് പാംസ് ഡൗൺ, വാട്ട് ഈസ് പാംസ് അപ്പ്, അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് എസ്സേക്കും ചോദിക്കാം. ദെൻ അടുത്തത്
എന്താണ് സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ്. സ്റ്റീപ്പിൾ ദി ഹാൻഡ്സും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ 5 വിരൽ തുമ്പുകൾ, ഫിംഗർ ടിപ്സ് ബാക്കിയുള്ള 5 വിരൽ തുമ്പുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിച്ചിട്ടുള്ള രീതിയാണ്. ദിസ് ഗീവ്സ് മച്ച് കോൺഫിഡൻസ് ടു സം സ്പീക്കേഴ്സ്. ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ആണ് കൂടുന്നത്. ദെൻ അടുത്തത് ചേഞ്ച് ദ പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. പിന്നെ ഒരേ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യാതെ മാറ്റി കൈയും ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ ക്ലാസ് എടുക്കാനാണ് പറയുന്നത് കേട്ടോ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് പോസ്ചേഴ്സ് ഇൻ പ്രസൻറ്റേഷൻ. അപ്പം ഇതൊക്കെയാണ് പ്രസൻറ്റേഷൻ പോസ്ചേഴ്സ് കേട്ടോ. ഇനി അടുത്തത് റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ വ്യക്തിയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. കൂടുതലായിട്ടും എഴുതിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കൂടുതലും നടക്കുന്നത് ഇമെയിലാണ് അല്ലേ. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ലെറ്റേഴ്സ് ഉണ്ട്, സർക്കുലേഴ്സ് ഉണ്ട്, മാനുവൽസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്, മെമോ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്നു. ഇനി അത് 1 by 1 ആയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ മെമ്മോ ഒക്കെ ഉണ്ടല്ലോ, മെമ്മോ, പിന്നെ സർക്കുലർ, റിപ്പോർട്ട് ഒക്കെ 2 മാർക്കിന് ചോദിച്ചിരുന്നു. വാട്ട് ഈസ് സർക്കുലർ? അപ്പോൾ പിള്ളേർ അന്തം വിട്ടിരിക്കും. അപ്പോൾ അത് അന്തം വിടാതിരിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക നന്നായിട്ട്. അപ്പോൾ ഫസ്റ്റ് 1 വരുന്നത് ലെറ്റേഴ്സ് ആണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ മെയിൽ വഴിയോ ഒക്കെ നമുക്ക് ലെറ്റർ അയക്കാം. ലെറ്ററാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്ത് പോരുന്ന റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ദെൻ മെമോ. മെമോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് മെമോ ഇസ് ദ ഷോർട്ട് ഫോം ഓഫ് മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിൻ്റെ ഷോർട്ട് ഫോം ആണ് മെമോ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നോട്ടീസ് ആണ്. നോട്ടീസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കുറച്ചധികം പേരിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടീസാണ് എഴുതി അറിയിക്കാറുള്ളത്. ദെൻ സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ഗിവിംഗ് ഇൻഫോർമേഷൻ, ഇൻസ്ട്രക്ഷൻ ഓർ ഓർഡർ ഓൺ എ സ്പെസിഫിക് മാറ്റർ. ഇപ്പം നമ്മൾ സർക്കുലർ അയക്കുക അല്ലെങ്കിൽ സർക്കുലർ വന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓർഡർ, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി മുതൽ അങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഓർഡേഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, ഇൻസ്ട്രക്ഷൻസിനൊക്കെയാണ് നമ്മൾ സർക്കുലർ എഴുതി അയക്കുക. ദെൻ റിപ്പോർട്ട് എന്ന് പറയുമ്പം നടന്നു കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിൽ എടുത്ത ഡിസിഷൻസ് നമ്മൾ എഴുതി വെക്കുന്ന ഒന്നാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈസി അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലോങ് മെസ്സേജസ് ഒക്കെ നമുക്കിങ്ങനെ എഴുതി അയക്കാം. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതായത് ഏറ്റവും അകലെയുള്ള ആൾക്ക് വേണമെങ്കിൽ നമുക്ക് കത്ത് എഴുതി അയക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമെയിൽ എറ്റിക്വറ്റ്. ഇത് 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ദി ഇമെയിൽ എറ്റിക്വറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് ഷോർട്ട് എസ്സേക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ എന്ന് പറയുമ്പോൾ ഇമെയിൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ, ഇലക്ട്രോണിക് മെയിൽ അല്ലേ. നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ അയക്കുന്ന ഒരു ലെറ്റർ ഫോമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഫിസിക്കൽ ലെറ്ററിനേക്കാളും ചെറുതാണ്. അപ്പോൾ അതാണ് ഇമെയിൽ. ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മര്യാദകളെയാണ് ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എറ്റിക്വറ്റ് മീൻസ് മര്യാദകൾ, പൊളൈറ്റ്നെസ്. ഓക്കെ. മര്യാദകളെയാണ് ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇമെയിലാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ വളരെയധികം മര്യാദ കീപ്പ് ചെയ്ത്, മാന്യത നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ഇവിടെ ഫോർമാറ്റ് ഓഫ് ഇമെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർമാറ്റ് ഓഫ് ഇമെയിൽ. ഓക്കെ. അപ്പോൾ ഫോർമാറ്റ് ഓഫ് ഇമെയിൽ, അതായത് നമ്മളൊരു ഇതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, ഫോർമാറ്റ് ഒന്നും ചോദിക്കാറില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ. നമ്മൾ ആദ്യം തന്നെ ഇമെയിൽ എന്തിനാണ് അയക്കണേ എന്നുള്ളൊരു റെലവൻസ് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ 2 ലൈൻ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ആർക്കാണ് അയക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആളുടെ മെയിൽ ID കൊടുക്കുക. പിന്നെ CC എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാവും. പിന്നെ CC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാവും. BCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സും ഉണ്ടാവും. അപ്പോൾ 2ൽ നമ്മൾ ആർക്കാണോ അയക്കേണ്ട ആളുടെ മെയിൽ ID കൊടുത്തു. CC എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 2 കൊടുക്കുന്നത് രവിയാണ്, രവിക്കാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. ദെൻ CC എന്ന് പറഞ്ഞാൽ ഈ സെയിം മെയിൽ, രവിക്ക് അയക്കുന്ന ഈ സെയിം മെയിൽ രാജുവിനും കൂടി അയക്കണം എന്നുണ്ടെങ്കിൽ ആളെയാണ് നമ്മൾ കാർബൺ കോപ്പിയിൽ വെക്കുക. CC മീൻസ് കാർബൺ കോപ്പി. വാട്ട് ഈസ് CC എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ കോപ്പി ആണ്, ഇമെയിലിലെ ഒരു പാർട്ടാണ് എന്നൊക്കെ നമ്മൾ എഴുതണം കേട്ടോ.
ദെൻ BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അതായത് രവിക്കും രാജുവിനും അയച്ച ഈ ഒരു ഇമെയിൽ ഇവർ രണ്ടുപേരും അറിയാതെ, ഇവർ രണ്ടുപേരും അറിയാതെ എനിക്ക് മനുവിനും കൂടി സീക്രട്ട് ആയിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ മനുവിൻ്റെ മെയിൽ ID ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ മനുവിൻ്റെ മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ മെയിൽ മനുവിനും കൂടി പോയിട്ടുണ്ട് എന്നുള്ളത് രവിയും രാജുവും അറിയാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പം അതാണ് BCC എന്ന് പറയുന്നത്, ബ്ലൈൻഡ് കാർബൺ കോപ്പി കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സബ്ജക്ട് ലൈൻ ഉണ്ടായിരിക്കും അതിൽ. അപ്പോൾ എന്താണ് കാര്യം എന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നമ്മൾ കൊടുക്കുക. സല്യൂട്ടേഷൻ കൊടുക്കണം, ഡിയർ സർ എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ കണ്ടന്റ് നമ്മൾ വളരെ ഷോർട്ടാക്കി നമ്മൾ എഴുതണം. ടോൺ എന്ന് പറയുമ്പം എപ്പോഴും നമ്മളൊരു ഫോർമൽ ടോൺ വേണം കീപ്പ് ചെയ്യാനായിട്ട്. ലാംഗ്വേജ് ആണെങ്കിലും വളരെ ഗ്രമാറ്റിക്കലി സൗണ്ട് ആൻഡ് സ്പെൽഡ് കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ ആ കംപ്ലൈൻറ്റ് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ മുന്നേ നമ്മൾ എന്താണ് അതിന് പരിഹാരം കണ്ടെത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ അറ്റാച്ച്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ഫയൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കും, ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഒരു പിന്നിൻ്റെ ഷേപ്പിൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോൻ്റെ ഫയല്, ഓഡിയോ, പിന്നെ പിക്സ്, സ്ക്രീൻഷോട്ട് ഇതൊക്കെ നമുക്ക് അയക്കാവുന്നതാണ്. പിന്നെ പ്രൈവസി ആണ്. അപ്പോൾ ഇമെയിൽ ഇസ് നോട്ട് ആൻഡ് നെവർ ഹാസ് ബീൻ പ്രൈവറ്റ്. ഒരു വട്ടം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്നതിന് മുന്നേ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. 24 മണിക്കൂറിനുള്ളിൽ അതിന് റിപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ബെസ്റ്റ് വിഷസ്, താങ്കിങ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം നമുക്ക്. ഇതാണ് ഒരു മെയിൽ അയക്കേണ്ട ഫോർമാറ്റ്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ അടുത്ത് ഇമെയിൽ എറ്റിക്വറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് എഴുതാം. അതായത് ഫോർമാറ്റ് എന്നുള്ള ഹെഡിങ് മാറ്റിയിട്ട് ഡു ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ 2 നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. CC വെക്കുക, BCC ഉണ്ടെങ്കിൽ BCC വെക്കുക, സല്യൂട്ടേഷൻ വെക്കണം, സബ്ജക്ട് ലൈൻ വെക്കണം, പിന്നെ കണ്ടന്റ് ബ്രീഫായിട്ട് കൊടുക്കണം, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം, ക്ലോസിങ് ചെയ്യുമ്പം താങ്ക് യു ഓർ ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് ചെയ്യണം. ഇതൊക്കെ മര്യാദകളാണ്, ഇതൊക്കെ നമുക്ക് എറ്റിക്വറ്റ്സിൽ എഴുതാം. മനസ്സിലായോ? അതേപോലെ തന്നെ ഡൂസ് ഇൻ ദി ഇമെയിൽ, ഇതും നമുക്ക് എറ്റിക്വറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം കേട്ടോ. അതായത് കൺസൈസ് ആയിരിക്കണം, പോസിറ്റീവ് ടോണിൽ വേണം എഴുതാനായിട്ട്, എന്തെങ്കിലും എന്താ പറയുക ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് മെയിൽ അയക്കുക, അല്ലാതെ 10 കാര്യങ്ങൾ അതിൽ മിക്സ് ചെയ്യാതെ ഒരു കാര്യത്തിനെക്കുറിച്ച് മെയിൽ അയക്കുക. ദെൻ സ്പെല്ലിങ്, ഗ്രാമർ, പങ്ക്ച്വേഷൻ യൂസ് ചെയ്യുക. ഇമെയിൽ അയക്കുന്നതിന് മുന്നേ ഒന്നുകൂടി വായിക്കുക. ദെൻ പ്രൊവൈഡ് ഓൾ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ഷെയർ ചെയ്യുക. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ കീപ്പ് ചെയ്യുക. ആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് പാസീവ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു മെയിൽ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുന്നതും മര്യാദകൾ എന്ന് പറയുന്നതും. ഒരു മെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കുമ്പോഴുള്ള മര്യാദകൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചുരുക്കി എഴുതി കഴിഞ്ഞ് പോയിന്റ് വൈസ് ആയിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് ഇമെയിൽ എറ്റിക്വറ്റ്സ് ആയി. ഷോർട്ടസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാം. പിന്നെ ഒരു ഇമെയിൽ അയക്കുമ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല, പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യം അറ്റാച്ച് ചെയ്യാൻ പാടില്ല, ഡു നോട്ട് യൂസ് ഇമെയിൽ ടു ഡിസ്കസ് കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ, രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരിക്കലും മെയിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നെവർ റെസ്പോണ്ട് ഇഫ് യു ആർ അപ്സെറ്റ്, നിങ്ങൾ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇമെയിലിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. അൺനെസസറി ആയിട്ടുള്ള ഫയൽസ് അറ്റാച്ച് ചെയ്യാതിരിക്കുക. ഫോർഗെറ്റ് ടു അറ്റാച്ച് ഡോക്യുമെന്റ്സ്, ആവശ്യമുള്ളത് അറ്റാച്ച് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. പിന്നെ ജോക്ക് കാര്യങ്ങളൊന്നും നമ്മൾ ഇമെയിൽ വഴി അയക്കാൻ പാടില്ല. ഇമോഷണൽ ആയിട്ടുള്ള ഇമെയിൽ അയക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഒരു ഇമെയിലിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇമെയിൽ വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇമെയിൽ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് എന്താണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു ബുക്കോ ഒരു പേപ്പറോ കിട്ടാറില്ലേ, മാനുവൽ, യൂസർ മാനുവൽ എന്നൊക്കെ നമ്മൾ പറയും. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു മിക്സി വാങ്ങുന്നു, മിക്സി എങ്ങനെ അത് പ്രവർത്തിപ്പിക്കാം, അത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ, മിക്സിയുടെ ജാറുകളെ കുറിച്ചൊക്കെ പറഞ്ഞൊരു പേപ്പർ അതിൻ്റെ കൂടെ കിട്ടില്ലേ, നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ലേ, അതിനെയാണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഈസ് എനി പീസ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഡിസ്ക്രൈബ് ദ അപ്ലിക്കേഷൻ പർപ്പസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ആ ഒരു പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അതിന്റെ അപ്ലിക്കേഷൻ, അതിന്റെ പേർപ്പസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനി പീസ് ഓഫ് റൈറ്റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പല ടൈപ്സ് വരുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ് ഉണ്ട്, അതിന്റെ ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്. പിന്നെ ഇൻസ്റ്റലേഷൻ ഉണ്ട്, അതായത് എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻസ്റ്റലേഷൻ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും, അതായത് എങ്ങനെ ഇത് ഈ ഒരു സിസ്റ്റം കോൺഫിഗർ ചെയ്യാം, സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള
ഒരു ഡോക്യുമെൻ്റ് ആണത്. യൂസർ മാനുവൽ എങ്ങനെ അത് നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം, ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഹൗ ടു യൂസ് ദ വേരിയസ് അപ്ലിക്കേഷൻ, അതിൽ ഓരോ ഓപ്ഷൻസും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് യൂസർ മാനുവൽ. അതാണ് നമുക്ക് മിക്കപ്പോഴും കിട്ടാറുള്ളത്. ദെൻ സിസ്റ്റം റെഫറൻസ് ആണ്. സിസ്റ്റം റെഫറൻസ് നിൽക്കുമ്പോൾ അതിൽ എന്തൊക്കെ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള എറേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സിസ്റ്റം റെഫറൻസ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പം എന്താണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ? എനി പീസ് ഓഫ് റൈറ്റിംഗ് ആണ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓർ പേർപ്പസ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതാണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ലാസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് ഒരു പ്രൊഡക്റ്റിൻ്റെ പർപ്പസും ഇൻസ്റ്റലേഷനെയൊക്കെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ കീപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ്, അതിനെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ആർ വെരി എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, അപ്പം അതൊരു ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, കാരണം ഒരു ചാപ്റ്റർ നമുക്ക് ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ 10 ദിവസം കൊണ്ടും ഞാൻ തന്നെ 5 എന്താ പറയുക പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്ത കാര്യമാണ് നമ്മൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.